നമസ്കാരം. ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യമുണ്ട്. സൂര്യ-ശനി യോഗത്തെക്കുറിച്ച്. ശനിയും സൂര്യനും ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുന്നതിനെക്കുറിച്ച് ഒരു മകളുടെ കാര്യം അറിയാൻ അമ്മ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മകരം രാശിയിൽ 11ാം ഭാവത്തിലായിട്ട് ശനിയും ആദിത്യനും കൂടി അഥവാ സൂര്യനും കൂടി ഒരുമിച്ച് നിൽക്കുന്നു. അതിൻ്റെ ഫലം എന്തായിരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർക്കൊരു ആശങ്ക പറഞ്ഞിട്ടുണ്ട്. അക്കാലയളവിൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ദോഷകരമായിരിക്കുമെന്ന് ഏതോ ജ്യോതിഷി നിർദ്ദേശിച്ചതായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നതായിട്ട് ഉണ്ട്. അങ്ങനെ ദോഷമാണെന്ന് പറയുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 11ാം ഭാവത്തിലാണെന്ന് പറയുമ്പോൾ മീനം ലഗ്നത്തിൽ 11ാം ഭാവത്തിലാണ്. മീനം ലഗ്നത്തിൻ്റെ 11ാം ഭാവം എന്ന് പറയുന്നത് മകരം രാശിയാണ്. അപ്പോൾ 11ാം ഭാവത്തിലാണ് സൂര്യ-ശനി യോഗം വന്നിരിക്കുന്നത്. മകരം രാശി ശനിയുടെ സ്വക്ഷേത്രമാണ്. ശനി അവിടെ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ആദിത്യനോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ചന്ദ്രനെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് ഉത്തര നക്ഷത്രമാണ് എന്നെഴുതിയിട്ടുണ്ട്. ചന്ദ്രദശയാണെന്നും എഴുതിയിട്ടുണ്ട്. ഉത്തര നക്ഷത്രത്തിൽ പറയുമ്പോൾ ഉത്തരത്തിൽ കാലാണോ ഉത്തരത്തിൽ മുക്കാലാണോ എന്നെഴുതിയിട്ടില്ല. പിന്നെ ഉത്തരത്തിൽ കാലാണെങ്കിൽ സൂര്യൻ്റെയും ശനിയുടെയും പൂർണ്ണ ദൃഷ്ടി 7ാമിടത്തെ കിട്ടിയിട്ടുണ്ട് ചന്ദ്രന് എന്നുള്ള ഫലം പറയേണ്ടി വരും. ഉത്തരത്തിൽ മുക്കാലാണെങ്കിൽ ലഗ്നത്തിൻ്റെ മീനം ലഗ്നത്തിൻ്റെ 7ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എന്നുള്ള ഫലം പറയേണ്ടി വരും. അപ്പോൾ ആദിത്യൻ്റെയും ശനിയുടെയും അഷ്ടമത്തിലേക്ക് ആണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോഴും അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് ഫലങ്ങൾ അവിടെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മാത്രമുള്ള കാര്യം പറയാം. ഇത് ചോദ്യം അപൂർണമായതിനാൽ നമുക്ക് മാതാവിന് എത്രമാത്രം ദോഷകരമായി വരും എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഏറ്റവും കുറഞ്ഞ പക്ഷം ചന്ദ്രൻ നിൽക്കുന്ന രാശിയെങ്കിലും അറിയണമായിരുന്നു. ഇപ്പോൾ അശ്വതി നക്ഷത്രം എന്നാണ് പറയുന്നതെങ്കിൽ നമുക്കത് മേടക്കൂറ് തന്നെയാണ്, മേടം രാശിയാണ് എന്ന് ചന്ദ്രരാശി എന്ന് അറിയാനൊക്കെ. ഇവിടെ ഉത്തര നക്ഷത്രമാണ് എന്ന് പറയുമ്പോൾ ഒരു നിമിഷം, ഉത്തര നക്ഷത്രം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് കന്നിക്കൂറാണോ ചിങ്ങക്കൂറാണോ എന്നുള്ളത് വ്യക്തമല്ല. ചിങ്ങക്കൂറിലാണെങ്കിൽ അതിൻ്റെ ഫലം കുറച്ച് വ്യത്യസ്തമായിരിക്കും. കന്നിക്കൂറിലാണെങ്കിലും അങ്ങനെ തന്നെ തികച്ചും വ്യത്യസ്തമായിരിക്കും. 2 തരത്തിലുള്ള ഫലങ്ങൾ. എങ്കിലും ഒരു കാര്യം, ആദിത്യനും ശനിയും കൂടി യോഗം ചെയ്ത് നിൽക്കുന്നവർക്ക് വലിയ ദോഷങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. ചില രാശികളിൽ നിൽക്കുമ്പോൾ ശനി ബലവാനായി ആദിത്യനോടൊപ്പം നിൽക്കുമ്പോഴും ശനിക്ക് ബലമോ ആദിത്യന് ബലമോ ആണ് കൂടുതൽ ഇങ്ങനെ 2 പേരും കൂടെ നിൽക്കുന്ന യോഗത്തിൽ വരുമ്പോൾ എന്ന് ചോദിച്ചാൽ, ശനിക്ക് ബലമുള്ള സമയത്ത് ആ കാലയളവിൽ ആദിത്യൻ കൂടെ നിൽക്കുന്നതിൻ്റെ ഫലം കൂടുതൽ ഗുണകരമായിരിക്കും. ഇപ്പോൾ ഇവിടെ സ്വക്ഷേത്ര ബലവാനായ ശനിയോടൊപ്പമാണ് ആദിത്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് ശുഭഫലം ചില കാര്യങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. ചില കാര്യങ്ങളിൽ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതാണ്. ചില കാര്യങ്ങളിൽ ദോഷവും ഉണ്ടാക്കും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതുപോലെ ശനി ഉച്ചസ്ഥനായിട്ട് തുലാം രാശിയിൽ നിൽക്കുമ്പോൾ അവിടെ ആദിത്യൻ നീചനും കൂടിയാണെങ്കിൽ ഇരട്ടി ഗുണമാണ്. നീചഭംഗ രാജയോഗത്തിൻ്റെ ഫലവും കൂടി നമുക്ക് പറയാനുള്ള വഴി തെളിയും. അപ്പോൾ ശനി സൂര്യയോഗം പൊതുവെ ഗുണപ്രദമാണ്. സാമൂഹിക കാര്യങ്ങൾ ഇടപെടുന്നവർക്ക്, പൊതുവിഷയങ്ങൾ ഇടപെടുന്നവർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക്, സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ അത് കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു യോഗമാണ്. എന്നാൽ സൂര്യശനി യോഗമുള്ളവർ പൊതുവെ ശ്രദ്ധിക്കേണ്ടതായ ഒരു ഫലം പൊതുവായിട്ടുള്ളത് ഞാൻ ആദ്യം പറയാം. സൂര്യശനി യോഗമുള്ളത് അവർ പൊതുവായ വിഷയങ്ങളിൽ വളരെ ശോഭിക്കാനായി ജനിക്കുന്നവരാണ്. അപ്പോൾ വൈയക്തികമായ കാര്യങ്ങളിലോ കുടുംബകാര്യങ്ങളിലോ മാത്രം മുഴുകിയിരിക്കാതെ രാഷ്ട്രീയത്തിലോ സാംസ്കാരിക കാര്യങ്ങളിലോ കലാപരമായ കാര്യങ്ങളിലോ ഒക്കെ ആയിട്ട് പൊതുജന ശ്രദ്ധയെ ആകർഷിക്കുന്നതും പൊതുജനങ്ങൾക്കിടയിലേക്ക് പോകേണ്ടി വരുന്നതും അവർക്ക് നമ്മുടെ നിർദ്ദേശങ്ങളും നമ്മുടെ കലകളോ ഒക്കെ വേണ്ടി വരുന്നതും ഒക്കെ ആണെങ്കിൽ അത് അതുപോലെ തന്നെ പ്രശോഭിക്കാൻ ഇടയാകുന്ന രീതിയിൽ നീങ്ങുന്നതും വളരെ ഗുണകരമായിരിക്കും. അത് പൊതുവെ കലകളേക്കാൾ ഉപരി നമ്മുടെ വാക്കുകൾക്ക്, പ്രവൃത്തികൾക്ക്, ചിന്തകൾക്ക്, ആശയങ്ങൾക്ക് പ്രാധാന്യം കൂടുന്ന മേഖലകൾ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ഈ 11ാം ഭാവത്തിലേക്ക്
ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതിനാൽ ശനിയെക്കൊണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ആദിത്യൻ നിൽക്കുമ്പോഴത്തെ ആദ്യമൊന്നും വേണ്ടതില്ല. എങ്ങനെയായിരിക്കാം അത് ശോഭിക്കാൻ പോകുന്നത് വെച്ചാൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ സാമൂഹ്യമായ വിഷയങ്ങളിലൂടെ ഈ കുട്ടി ശോഭിക്കാൻ ഇടയുള്ളതാണെന്നുള്ള ഫലമാണ് ചിന്തിക്കേണ്ടത്. പിന്നെ അമ്മയ്ക്ക് ദോഷമെന്ന് പറയാൻ ഇടയാക്കിയിരിക്കുന്നത് ഈ ഗ്രഹനിലയിൽ മാതൃകാരകനാകുന്ന ചന്ദ്രൻ കന്നിരാശിയിലാണോ അതോ ചിങ്ങം രാശിയിലാണോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാത്തതിനാൽ നമുക്കത് കൂടുതൽ ശക്തമായി പറയാൻ സാധിക്കുന്നില്ല. പിന്നെ ഒരു ജ്യോത്സ്യൻ, ഒരു ജ്യോതിഷി അങ്ങനെ ഫലം പറഞ്ഞുവെങ്കിൽ അവിടെ കുറേ നിമിത്ത ഫലങ്ങളും കൂടി കടന്നു വന്നിരിക്കാം. മാതാവിന് ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിൽ അങ്ങനെയും കൂടി ഒരു വശമുണ്ട്. ഈ കൃത്യമായി ചന്ദ്രരാശിയെക്കുറിച്ച് അറിയാത്തതിനാലാണ് ആദ്യമേ ഞാനൊരു മാതാവിന് ദോഷകരമായി ഈ വിഷയം വരുമോ എന്നുള്ളതിനെ കടുത്ത് പറയാൻ ഇടയാകാത്തത്. മറ്റൊന്ന്, ആ നിമിത്ത ഫലം നിങ്ങൾ ജ്യോതിഷം നോക്കുന്ന സമയത്തെ ഉദയാരൂഢം ഇതെല്ലാം ഒരു ഘടകമാണ് എന്നും കൂടി പറയേണ്ടതായിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം എടുത്തു പറയാം, സൂര്യശനി യോഗം വലിയ ദോഷം ചെയ്യുന്നതല്ല. പ്രത്യേകിച്ച് ഈ ഗ്രഹനിലയിൽ ഈ കുട്ടി സൂര്യശനി യോഗം ചെയ്തിരിക്കുന്നത് മകരം രാശിയിലാണ്. അപ്പോൾ മകരമാസത്തിൽ ജനിച്ച കുട്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പം മകരമാസത്തിൽ ജനിച്ച ഉത്തര നക്ഷത്രത്തിലുള്ള ഒരാളിൻ്റെ ഗ്രഹനില നോക്കുന്നു, മീനം ലഗ്നമാണെന്ന് മനസ്സിലാക്കി. മീനം ലഗ്നം ഉഭയരാശി ലഗ്നമാണ്. വ്യാഴത്തിന് വളരെ ബലമുള്ള, വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ്. അപ്പോൾ വ്യാഴം ബലമുള്ള രാശികളിലാണോ പോയി നിൽക്കുന്നതെന്നും കൂടി നോക്കേണ്ടതുണ്ട്. ഈ മീനം ലഗ്നം ആകുമ്പോൾ ശരീരത്തിൻ്റെ ഫലമെല്ലാം അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ആ ശരീരഫലം ചിന്തിപ്പിക്കുന്ന രാശിയാകുന്ന മീനം രാശി, മീനം ലഗ്നം ആണ്. ഈ കുട്ടിയുടെ ഫലത്തിൻ്റെ മീനം ലഗ്നമായി ജനിച്ചിരിക്കുന്നതിനാൽ മീനം ലഗ്നത്തിൻ്റെ സ്വഭാവം ശരീരത്തിന് കൂടുതൽ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ മീനം ലഗ്നം മീനം രാശി വ്യാഴത്തിൻ്റേതാണെങ്കിലും പൊതുവേ ഒരു ദുർബല ശരീരത്തെക്കുറിച്ചാണ് മീനം ലഗ്നം സൂചിപ്പിക്കുന്നത്. അതിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന ശരീരക്കാരായിരിക്കും മീനം ലഗ്നത്തിലുള്ളവർ. എന്നാൽ അത്യപൂർവമായിട്ട് ചൊവ്വയുടെ ബലം ശക്തമായി വർദ്ധിച്ചിട്ട് മീനം ലഗ്നത്തിൻ്റെ ശാരീരിക ദോഷങ്ങളൊന്നും വരാതിരിക്കുന്നവരുമുണ്ട്. അപ്പോൾ ശനി ഇവിടെ 11 ബലവാനായി സൂര്യനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് മീനം ലഗ്നത്തിന് ആരോഗ്യക്ഷമത കുറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞ ഫലത്തിനെ അതിജീവിക്കാനുള്ള സാധ്യത കുറച്ചെങ്കിലും ഉണ്ട്. മാത്രമല്ല ദീർഘായുസ്സായിരിക്കുമെന്ന് പറയേണ്ടതുണ്ട്. പിന്നെ മീനം ലഗ്നവും മകരത്തിലെ സൂര്യശനി യോഗവും കൂടി വെച്ചിട്ട് പൊതുവായി പറയേണ്ടത്, ഒരു കാലഘട്ടത്തിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ വർദ്ധിക്കാനും വാതരോഗങ്ങൾ ശക്തമായിട്ട് വരാനും ഇടയാകും എന്നുകൂടി പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ചന്ദ്രൻ 6-ലാണോ ലഗ്നാല്, മീനം ലഗ്നാൽ 6-ലാണോ 7-ലാണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത നമുക്ക് കിട്ടുന്നില്ല. അതായിരുന്നെങ്കിൽ 6-ലാണെങ്കിൽ ഉദരവ്യാധിയും കൂടെ പറയേണ്ടതായിട്ട് വരും. എന്തായാലും ഈ കുട്ടിക്ക് ലഗ്നാൽ 6-ാം ഭാവമാകുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശി ആയതിനാൽ കുറച്ച് സൂക്ഷിക്കണം. മീനം ലഗ്നക്കാർ പൊതുവേ സൂക്ഷിക്കേണ്ടത് ഉദരവ്യാധി വരാതിരിക്കാനാണ്. കാരണം 6-ാം ഭാവം ആദിത്യൻ്റെ സ്വക്ഷേത്രമാകുന്ന ചിങ്ങം രാശിയാണ്. ആദിത്യൻ ഇവിടെ ശനിയോടൊപ്പം ബലമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ആദിത്യനെ കൊണ്ടും ആദിത്യൻ്റെ സ്വക്ഷേത്രമാകുന്ന ചിങ്ങം രാശിയെ കൊണ്ടും ചില അസുഖങ്ങൾ, അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ നമുക്ക് പലതും തിരിച്ചറിയാനൊക്കും. എന്നാൽ മാതാവിന് വ്യഥ വരത്തക്ക വിധത്തിലുള്ള ഒരു ആശയം ഇതിനകത്ത് ഉറങ്ങിക്കിടക്കുന്നില്ല. ചന്ദ്രദശ വന്നാൽ അതിന് മാതാവിന് ദോഷം വരണം എന്നൊന്നുമില്ല. മാതൃകാരകനും മനസ്സിൻ്റെ കാരകനുമാണ് ചന്ദ്രൻ. ഒരാളിൻ്റെ മനസ്സിനെക്കുറിച്ചും അവരുടെ മാതാവിനെക്കുറിച്ചും ചിന്തിക്കേണ്ടത് ചന്ദ്രനെ കൊണ്ടാണ്. അപ്പോൾ ഈ ഗ്രഹനില അപൂർണമാണ്. കിട്ടിയ ഗ്രഹനിലയുടെ ഇത്രമാത്രം കിട്ടിയത് വെച്ച് പറയുമ്പോൾ ഇവിടെ അമ്മയ്ക്ക് ഈ കാലയളവ് ദോഷകരമായി തീരുമെന്ന് പറയാനുള്ള ഒരു ആശയവും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ചോദ്യത്തിൽ ശനിയുടെ അപഹാരമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ശനിയും ആദിത്യനും തമ്മിലൊരു പിതൃപുത്ര ബന്ധമുണ്ട്. ജ്യോതിഷവശാൽ നമ്മൾ അങ്ങനെ പറയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല കാർത്തിക, ഉത്രം, ഉത്രാടം എന്നിവ ആദിത്യൻ്റെ നക്ഷത്രങ്ങളുമാണ്. അതിൽ ഉത്രത്തിൻ്റെ ഫലമാണ് നമ്മളിവിടെ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ശനിയുടെ അപഹാരം പൊതുവെ ദോഷകരമായി
ഭവിക്കുന്നതല്ല എന്ന ഒരു ഉത്തരത്തിൽ വളരെ കാലങ്ങൾക്ക് മുമ്പേ ഞാൻ എത്തിയിട്ടുണ്ട്. ആർക്ക് എന്ന് വെച്ചാൽ ഉത്രം നക്ഷത്രക്കാർക്ക്. പൊതുവേ ശനിയുടെ ദശകളും ശനിയുടെ അപഹാരങ്ങളും മാത്രമല്ല ഏഴരശനി കണ്ടകശനിയൊന്നും അങ്ങേയറ്റം ഉത്തര നക്ഷത്രക്കാരെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുമില്ല. എന്നാൽ ചിലർക്ക് ചില പ്രത്യേക യോഗങ്ങളൊക്കെ ദോഷയോഗങ്ങൾ വരുന്നതിനാൽ വ്യാഴത്തിൻ്റെ സൽഫലം തരാനുള്ള സാധ്യത കുറവുള്ള ജാതകങ്ങളിലാണ് ഈ ഏഴരശനിയൊക്കെ കൂടുതലായിട്ട് ബാധിച്ച ഉത്തരക്കാരെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏഴരശനിയൊന്നും ഇല്ല എങ്കിൽ പോലും ഉത്തര നക്ഷത്രത്തിൻ്റെ ഫലത്തിൽ ശനിയും ആദിത്യനും അത്രമാത്രം കയറി ദോഷ ആധിക്യം സാധാരണഗതിയിൽ വരുത്താൻ ഇടയില്ല. എന്നാൽ ഗ്രഹനിലകളുടെ പ്രത്യേകതയനുസരിച്ചും ഈ ജന്മകർമ്മഫലങ്ങൾ എത്രമാത്രം വികൃതമാണോ അതനുസരിച്ചും ആണ് ഈ ശനിദോഷമൊക്കെ ശക്തമായി ബാധിക്കുന്നത്. ഈ കുട്ടിയുടെ ഫലം ഇത്രയും ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ശനിയുടെ അപഹാരം ദോഷം ചെയ്യുമെന്ന് പറയാൻ ഇല്ല. ശനി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് മകരം രാശി നിൽക്കുന്നത്. എന്നാൽ മനസ്സിൻ്റെ കാരകനാകുന്ന ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാകുന്ന കർക്കിടകം രാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അവിടെയൊക്കെ ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കൊണ്ട് തന്നെ പൊതുവായി ഈ കുട്ടിയുടെ കാര്യം പറയാനുള്ളത് ആരോഗ്യ സംബന്ധമായി എക്കാലവും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതിന് യോഗ പോലുള്ള അഭ്യാസ മുറകൾ എന്തെങ്കിലും പഠിക്കുന്നതും പരിശീലിക്കുന്നതും വളരെ നല്ലതായിരിക്കും.